ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നയങ്ങൾക്കെതിരെ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തെറ്റായ നയങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധിയെയും മറ്റു കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നൂറുകണക്കിന് പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെ കൊച്ചിൻ പാലം ചുറ്റി ചെറുതുരുത്തി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം DCC സെക്രട്ടറി ജോണി മണിച്ചിറ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രമായ ഇന്ത്യ രാജ്യം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ എക്കാലവും ലോകത്തിന് തന്നെ മാതൃകയായി ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ പരിധിയിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ഭരണഘടനാ ലംഘനമാണ് മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനും ചെയ്തിട്ടുള്ളത്. ബഹുമാന്യനായ രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം സജീവമാക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്ന BJPയും മോഡിയും അമിത്ഷായും അദ്ദേഹത്തെ പപ്പുവെന്നും അദ്ദേഹത്തെ ഒരു കൊള്ളരുതാത്തവരെന്നും ഈ രാജ്യത്തെ ഏറ്റവും വീരക്കേട് പറയുന്ന ആളെന്നും ഈ രാജ്യത്തെ ജനങ്ങളെ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അപമാനപ്പെടുത്തിയിരുന്ന മോഡിയോട് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വള്ളത്തോൾ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ OU ബഷീർ, NS വർഗീസ്, KA ജോസഫ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ സ്വാഗതം ആശംസിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മായ ഉദയൻ നന്ദി പറഞ്ഞു. പോയി തൃശ്ശൂരിൽ പോയി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനം മുഴുവൻ താറുമാറായിരിക്കുകയാണ്. എന്തിനാണ് ഇലക്ഷൻ കമ്മീഷനോട് ചോദ്യം ചോദിക്കുമ്പോൾ BJPക്കാരൻ മറുപടി പറയുന്നത്? ഒരു ഭരണഘടനാ സംവിധാനത്തിനോട് ചോദ്യം ഉന്നയിക്കുമ്പോൾ ആ ഭരണഘടനാ സംവിധാനം അത് തീർത്തു കൊടുക്കണം. സംശയത്തിന്റെ തീജ്വാലയിൽ നിന്ന് മാറിക്കൊണ്ട് അഗ്നിശുദ്ധി വരുത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ അതിന് മറുപടിയില്ല. പകരം രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യാൻ പോയിരിക്കുക. നമ്മൾ കണ്ടു, ചരിത്രത്തിലാദ്യമായിക്കൊണ്ട് രാജ്യത്ത് 300 MPമാർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. 300 MPമാർ എന്ന് പറയുമ്പോ ഈ രാജ്യത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ, പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ 45% ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംവിധാനമാണ് 300 MPമാർ. അവർ തെരുവിൽ നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.